ഇപ്പോൾ ഇത് A8. ഇപ്പോൾ വെൽക്കം ഫുഡീസ് എന്ന് പറഞ്ഞ സ്മോൾ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. അവിടെ പുതിയ ഹൈവേ വന്നപ്പോൾ എന്നിട്ട് ഭയങ്കര ഗ്രോത്തായി പെട്ടെന്ന്. ഇതുവരെ തീരെ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഹൈവേ വന്നപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി, ക്രൗഡഡായി, ഓവർ ബർഡൻ ടു അക്കോമഡേറ്റ് ദ ഡെയിലി പാസഞ്ചേഴ്സ് ഫ്രം ഹൈവേ. ദിസ് ലെഡ് ടു ഡ്രാസ്റ്റിക് ചേഞ്ച് ഓവർ ഇൻ ദ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഓഫ് വെൽക്കം ഫുഡീസ്. ഓക്കെ, ഭയങ്കര ബിസി ആവാൻ തുടങ്ങി. നമ്മുടെ ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ഫുഡീസ്, ഇത് ഫാമിലി ഓൺഡാണ്, സെൽഫ് ഫണ്ടഡ് ബിസിനസ്സാണ്. അപ്പോൾ അതൊന്നും എന്തുകൊണ്ട് പറയണം, ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സെൽഫ് ഫണ്ടഡ് ആയ കാരണം. ഇറ്റ് വാസ് തിങ്കിങ് ടു എക്സ്പാൻഡ് ചെയ്യണം, ഗ്രോത്ത് വരണം, ടു ഓപ്പൺ ന്യൂ റെസ്റ്റോറൻറ്റ്സ് ഇൻ ദ ടൗൺ. ദ ഫണ്ടിങ് വാസ് യെറ്റ് a trouble since its credibility was questionable to lenders. Okay, the company could borrow just enough from its family friends to hire additional staff to serve the growing crowd. Albeit the new staffs were recruited, they lacked proper skill and knowledge. അപ്പോൾ ഇവിടുന്ന് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി. They lacked proper skill and knowledge. ന്യൂ സ്റ്റാഫ് ആയിരുന്നു. Most of the staff were local people of the city who knew no fancies of alluring the customers with their smiles and warm-heartedness. കുറേ ജേർണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. They had to work overtime for low pays since the company was in debt. Overtime വർക്ക് ചെയ്യണമെന്നു. Escalate the prices of items served. അതായത് കമ്പനി അപ്പോൾ ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാലും കസ്റ്റമേഴ്സ് വർ ഹാപ്പി ടു ആക്സെപ്റ്റ്. കാരണം എന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. പക്ഷേ ഡ്രാസ്റ്റിക്കലി ദ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദ കമ്പനി ബിഗാൻ ടു ഡിക്ലൈൻ വിത്ത് ഇൻക്രീസ്ഡ് നമ്പേഴ്സ് ഓൾസോ സംവാട്ട് പെർസീവ്ഡ് ബൈ ദി ഇൻകമിംഗ് കസ്റ്റമേഴ്സ്. ഭയങ്കര ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു ഓപ്പറേഷണൽ എഫിഷ്യൻസി. അപ്പോൾ റവന്യൂ കുറഞ്ഞു. അപ്പോൾ ഇനി കസ്റ്റമേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനാണ്. മൈക്ക് എന്താ പറയുക, ഐ ഹാവ് ടു വെയിറ്റ് ഫോർ സോ ലോങ് എന്ന് പറയുന്നു. അടുത്ത കസ്റ്റമർ പറയണം ഐ ഫീൽ ക്ലോസ്ട്രോഫോബിക്. അപ്പോൾ ചെറിയ സ്പേസ് ആയ കാരണം പ്രൊലിഫറേറ്റിംഗ് ക്രൗഡ്, കുറേ ആൾക്കാരുണ്ട്, ചെറിയ സ്ഥലം. ജോൺ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ടൈം ഈസ് റിഡിക്കുലസ്ലി ലോങ്. The lines got bigger on Fridays and weekends since the cleaning boy and his partner used old cleaning techniques. അതൊരു പ്രോബ്ലമായി. And were reasonably slow. ഓക്കെ, ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്, എസ്പെഷ്യലി സർവീസ് ഇൻഡസ്ട്രിയിൽ എന്നിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് അൺവേവറിങ് ഫ്ലോലെസ് കസ്റ്റമർ സർവീസ്. ഇതിപ്പോൾ ആൻസറിൽ എഴുതാം, അടിപൊളി നല്ല ലൈന. Because of a lack of finances, enough staff could not be placed at required locations, which turned things chaotic. Okay, കിച്ചൺ എൻവയോൺമെൻറ്റ് വാസ് നോട്ട് സൗണ്ട് either. അപ്പോൾ കിച്ചണിൽ കുറേ പ്രോബ്ലംസ് പറയാം. ഔട്ട്ഡേറ്റഡ് എക്യുപ്മെൻറ്റ്, മാനുവൽ ക്ലീനിങ് ഓഫ് ഡിഷസ്. പിന്നെ എന്നിട്ട് നോ അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് മെയ്ഡ് ടു ദ നമ്പർ ഓഫ് കിച്ചൺ എക്യുപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഷോർട്ട് നമ്പർ ഓഫ് കിച്ചൺ സ്റ്റാഫ്, സ്പീഡില്ല. ക്ലീൻ ദ എക്യുപ്മെൻറ്റ് മാനുവലി ബിഫോർ എവരി യൂസ്. അത് കാരണം ക്ലീനിങ്ങിന് സ്പീഡില്ല. ഇൻഗ്രീഡിയൻസ് ദ ഐറ്റംസ് വർ നോട്ട് വെൽ അറേഞ്ച്ഡ്, ആഡിങ് ടു സ്ട്രെസ് ഇൻ ദ വെയിറ്റ് ടൈം ഓഫ് ദ സർവീസ്. അതായത് ഇപ്പോൾ സോസ്, ചില്ലീസ്, സോസ്, പിക്കിൾസ് ought to have been prepared before the restaurant opened for guests. അത് ഗസ്റ്റിന് തുറന്നു കൊടുക്കണേക്കാൾ മുമ്പ് അത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നോ സച്ച് അറേഞ്ച്മെൻറ്റ് വാസ് ഇൻ പ്ലേസ്. റോ മെറ്റീരിയൽസ് വാസ് ഷോർട്ട് ഇൻ സപ്ലൈ. അടുത്ത പ്രോബ്ലം, ചില റോ മെറ്റീരിയൽസ് ഇരുന്നുകൊണ്ട് പെരിഷായി പോയി. ദർ വർ 3 chefs in the kitchen, only 3, and each specialized in a given cuisine. However, they were not groomed to switch efforts in times of necessity. ഓക്കെ, കാരണം അവർക്ക് ലിമിറ്റഡ് സ്കില്ലുള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം കുറേ ഗസ്റ്റിന് തെറ്റി ഓർഡർ കൊടുത്തു. ടൊമാറ്റോ സൂപ്പ് വെജിറ്റേറിയൻ ഓർഡറിന് നോൺ വെജ് സെർവ് ചെയ്തു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. കോൾ ഫോർ സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റി ഇഷ്യൂസ് ഓൺ ദ പ്രോസസ്സിംഗ് ഓഫ് ഫുഡ്. പിന്നെ സം ഓർഡേഴ്സ് വർ സെർവ്ഡ് ഏർലി വൈൽ വർ സം വെയിറ്റഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പിന്നെ ബില്ലിംഗ് മെഷീൻ മോഡേൺ ആയിരുന്നില്ല. ക്യാഷ്യർ ഹാഡ് ടു മാനുവലി എൻ്റർ ദ പ്രൈസ്. Most of the time, only supervisor was found sleeping in his chair. He did not care to advise the waiters. Okay. As a result, staff persistently made same mistakes and guests were forced to report the complaints of the restaurant manager. But no leadership role among the staff. അതൊരു പ്രശ്നമായി. Some staff took leave on weekends and return on Tuesdays. അപ്പോൾ നമുക്ക് മൺഡേ തുടങ്ങും, ട്യൂസ്ഡേസാണ്. അപ്പോൾ ഒരു ദിവസത്തെ ഷോർട്ട് സ്റ്റാഫ് ചെയ്തു. ദേ ലാക്ഡ് മോട്ടിവേഷൻ. അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം, ഇതിൻ്റെ റൂട്ട് കോസ്, ലാക്ക് മോട്ടിവേഷൻ. ഹൈജീൻ ഇല്ല. ദർ വാട്ടർ ആൻഡ് സ്മെല്ലി നാസ്റ്റി ഓൺ ടേബിളൊന്നും ക്ലീൻ ആയിരുന്നില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. പിന്നെ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഹാബിറ്റ്സ് ഓഫ് ദ സ്റ്റാഫ് വർക്കിംഗ് ദേ എസ്കലേറ്റിംഗ് ഹെൽത്ത് റിസ്ക് ഓഫ് ദി ഗസ്റ്റ്. അപ്പോൾ ക്ലീനിങ് ഹാബിറ്റ്സ് ഇല്ല സ്റ്റാഫിന്. അപ്പോൾ ഹെൽത്ത് റിസ്ക്കാണ് അതിൻ്റെ റൂട്ട് കോസ്. എന്നിട്ട് ഇവർക്ക് നല്ല ഹാബിറ്റ് ഇല്ലാത്തത്. അപ്പോൾ കൺസിഡർ യുവർ സെൽഫ് ആസ് ഫാമിലി അഡ്വൈസർ. ഈ ബിസിനസ് റിജുവിനേറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ഐഡിയാസ് പറയാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് വിച്ച് മാനേജീരിയൽ ടെക്നിക് be used to turn things around as Mr. Bean wants. അപ്പോൾ എന്ത് മാനേജറിയൽ ടെക്നിക്ക് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വാളിറ്റിയുടെ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ മുഴുവൻ
എ ടു സെഡ് വരെ ഫുൾ ക്വാളിറ്റി ഇഷ്യൂസാണ്. ഒരു പെർട്ടിക്കുലർ ഇത് മാത്രമല്ല, എൻറ്റയർ ഇത് ക്വാളിറ്റിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ദെയർഫോർ നാച്ചുറൽ ടീക്കിയുമാണ്. എന്നാൽ ടീക്കിയുമല്ല, അതിൻ്റെ കാരണമാണ് പറയണത്. The processes contain a lot of known defects and are being continuously overlooked. There are several quality issues as well, not in just some phases of the service, but holistically in series of activities. So when defect is a prime issue to focus upon, we look for total quality management. അപ്പോൾ നമുക്ക് എന്ത് വരും? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി ഡിഫെക്റ്റ്, to render a product or service defect free to ensure long run success of the business. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാളിറ്റി സ്ലാഷ് എന്നിട്ട് ഡിഫെക്റ്റ്, അപ്പോൾ ഒബ്ജക്റ്റീവ് എന്നിട്ട് ഡിഫെക്റ്റ് ഫ്രീ ആവാൻ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റാണ് വരിക. പക്ഷേ we need to take a step further discussing the root of the issues rather than just simply working on the symptoms. അതുകൊണ്ടാണ് 6 സിഗ്മ വരുന്നത്, ഈ ഒറ്റ ലൈൻ കാരണം. വി നീഡ് ടു ടേക്ക് എ സ്റ്റെപ്പ് ഫർദർ ഡിസ്കസിങ് റൂട്ട് കോസ് മാത്രമല്ല. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചു നോക്കണമെന്നുണ്ട് ഡിസ്കസ് ദ മാനേജറിയൽ ടെക്നിക് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ടു ടേൺ തിങ്സ് അറൗണ്ട്. അപ്പം നമ്മൾ വെറുതെ പ്രോബ്ലംസ് പറഞ്ഞാൽ പോയാൽ മാത്രം പോരാ, എന്നിട്ട് റൂട്ട് കോസും പറയണം, പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കും പറയണം. ഫോർ എക്സാമ്പിൾ, ലോങ് വെയിറ്റ് ടൈം ഓഫ് ഗസ്റ്റ് ഇസ് കൺസിഡർഡ് എസ് എ സിംറ്റം, while root cause is disorganized staff and non-strategic output towards a destined focus, that is customers. ഓക്കെ, ലോങ് വെയിറ്റ് ടൈം ഉണ്ട്, അതെന്തുകൊണ്ടാണ്? റൂട്ട് കോസ് എന്നാൽ ഡിസോർഗനൈസ്ഡ് സ്റ്റാഫാണ്, ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ ഒന്നുമില്ല, അതുകൊണ്ട്. അപ്പോൾ വൈൽ പീപ്പിൾ ഓഫൻ റിലേറ്റ് 6 സിഗ്മ മെത്തേഡ്സ് മാനുഫാക്ചറിങ് ഫേംസിനാണ് കൂടുതൽ അപ്ലിക്കബിൾ, പക്ഷേ സർവീസ് ഇൻഡസ്ട്രി കുഡ് വെൽ അഡാപ്റ്റഡ് പ്രാഗ്മാറ്റിക്കലി, അതൊരു ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിലാണെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ ഇൻ ഫിസിക്കൽ പ്രൊഡക്ട്സ്, അതിൻ്റെ അർത്ഥം എന്താ? കോംപ്രമൈസിന് ഷേപ്പ് ആവാം, സൈസ്, കളർ, ഡിസൈൻ, ടേസ്റ്റ്, എനി അതർ ഫോം ദാറ്റ് റെഡ്യൂസസ് ടു എക്സ്പെക്റ്റഡ് വാല്യൂ, യൂട്ടിലിറ്റി. ക്വാളിറ്റി ഇഷ്യൂ ഇൻ സർവീസ് എന്താവുക? വേരിയേഷൻ ഇൻ ദ കസ്റ്റമർ സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് സെറ്റ് ആസ് പെർ ദ ഇൻഡസ്ട്രി നോംസ്. ഓക്കെ, എക്സ്പീരിയൻസിൽ മോശം വന്നു സർവീസ് ഇൻഡസ്ട്രി, അതാണ് 6 സിഗ്മ അപ്ലിക്കബിൾ ടു സർവീസ്. ക്വാളിറ്റി ഇഷ്യൂ ഇൻ സർവീസ്. But defect therefore means a quality issue that leads to the failure of any product or process. Six Sigma entices not just to deliver defect-free service but also to reduce waste by eliminating errors. സിക്സ് സിഗ്മ. അപ്പോൾ ഇനി 6 സിഗ്മയിൽ ഏത് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. 6 സിഗ്മയിൽ നിന്നുണ്ട് 2 മെത്തഡോളജി ഉണ്ട്, ഒരെണ്ണം എക്സിസ്റ്റിംഗ് പ്രോസസ്സിനും ഒരെണ്ണം ന്യൂവിനും. അപ്പോൾ നമുക്ക് ന്യൂ വേണ്ട, കാരണം ഇവിടെ ഓൾറെഡി ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്നിട്ട് DMAIC, ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ഫേസിൽ വി ഐഡൻറ്റിഫൈ ദ പ്രോസസ്സസ് ദാറ്റ് നീഡ് ഇംപ്രൂവ്മെൻറ്റ്, ദ ഗോൾസ്, ദ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ എന്നിട്ടാ കസ്റ്റമേഴ്സ് ഓവറോൾ ഡൈനിങ് എക്സ്പീരിയൻസ് വളരെ മോശമാണ്, കാരണം എന്താ? അപ്പോൾ അതാണ് നമ്മുടെ എന്താ the processes that need improvement. അപ്പോൾ ഗോൾ എന്നിട്ട് റിഡക്ഷൻ ഓഫ് ടോട്ടൽ വെയിറ്റ് ടൈം, അച്ചീവിങ് എൻഹാൻസ് സ്റ്റാഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ, എൻഷുറിങ് ദ റെൻഡറിങ് ഓഫ് ഓർഡേർഡ് ഫുഡ് ഐറ്റംസ് ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ, kitchen chefs to prepare food items as per their skill set, reduction of overall processing of food items, resolving hygiene concerns. ഇതൊക്കെ ഡിഫൈൻ ഫേസിൽ എങ്ങനെ വന്നത്? അതായത് ഈ പ്രോസസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട, എന്തൊക്കെ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യണോ അതൊക്കെ എഴുതുക. പിന്നെ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതാണ് ഇവിടെ എഴുതി വെക്കുന്നത്. മെഷറിങ് ഫേസിൽ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യണം പ്രോബ്ലം, ദാറ്റ് ഈസ് ഗോജിങ് ദ പ്രോബ്ലം ഗോജ് ചെയ്യാനായിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ വേണം. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ ടു ഡിഫൈൻ ദ പ്രോബ്ലം സോ ദറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ ദ കറണ്ട് പെർഫോമൻസ്. അതുമാത്രമല്ല, എംപ്ലോയ് എഫക്റ്റീവ് ഡാറ്റ കളക്ഷൻ ടെക്നിക്സ് ടു ഒബ്റ്റെയിൻ ഡാറ്റ അബൌട്ട് ദ കറണ്ട് പെർഫോമൻസ്. മെഷർ ചെയ്താൽ മാത്രം പോരാ, കറണ്ട് പെർഫോമൻസിനെ കുറിച്ച് ഡാറ്റ വേണം. ദെർഫോർ എംപ്ലോയ് എഫക്റ്റീവ് ഡാറ്റ കളക്ഷൻ ടെക്നിക്സ്. അടുത്തൊന്നും it is only when the current performance is quantifiable we could compare it against the standard to identify the variation. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. We can catalog number of measures, numerous bases to measure each issue to be improved. എന്തൊക്കെ മെഷർമെൻറ്റ്സ് ഉപയോഗിക്കണമെന്നുള്ളത്, അതായത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അൺഹാപ്പി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ലീവിങ് ദ റെസ്റ്റോറൻറ്റ് ഫോർ ഹാവിങ് ടു വെയിറ്റ് ടു ലോങ്, നമ്പർ ഓഫ് അൺഹാപ്പി കസ്റ്റമേഴ്സ്, നമ്പർ ഓഫ് കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ടഡ് അഗെയിൻസ്റ്റ് സ്റ്റാഫ് മിസ്ബിഹേവിയർ, average wait time per customer, average food processing time, number of accident due to nasty floors, ക്ലീൻ അല്ല എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ, അത് റിലേറ്റഡ്. നമ്പർ ഓഫ് കംപ്ലയിൻറ്റ്സ് അഗെയിൻസ്റ്റ് ഫുഡ് ക്വാളിറ്റി, ഓക്കെ, ആൻഡ് ഓർഡർ മിസ്മാച്ച്,
അതായത് വെജ് കൊടുത്തിട്ട് നോൺ വെജ് സെർവ് ചെയ്തു, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അങ്ങനത്തെ. പിന്നെ അനാലിസിസ് ഫേസിൽ എസ്റ്റാബ്ലിഷിങ് ദ റൂട്ട് കോസ് ഓഫ് ദ സിംറ്റംസ്. അതായത് ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ റൂട്ടിലേക്ക് പോയി, ഇതാണ് പ്രശ്നം, റൂട്ട് കോസ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എല്ലാ ഫേസിലും ആ ഒരു പ്രോസസ്സിൻ്റെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരെണ്ണമായിട്ട് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ലുക്ക് അറ്റ് തിങ്സ് ഇൻ എ സീരിയൽ മാനർ റാദർ ദാൻ ടേക്കിംഗ് പ്ലോത്ര ഓഫ് ആക്ടിവിറ്റീസ് ഓൾ അറ്റ് വൺസ്. കാരണം നിറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടും ഓരോ ആക്ടിവിറ്റി ഇങ്ങനെ എടുത്ത് പരിശോധിക്കേണ്ട, ഹോളിസ്റ്റിക്കലി നോക്കുക. അതിനൊന്നിട്ട് ദ ഹോൾ പ്രോസസ് ഗെറ്റ്സ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ സബ് പ്രോസസ്സസ്. This is the true effort involved in analysis phase. Once all the activities carried out are identified, അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അതാണ് ഇവിടെ ചെയ്ത് നോക്കുന്നത്. We need to bifurcate them into value added and non value added activities. Basically we need to pull the bottlenecks out of the entire process. ബോട്ടിൽനെക്സിനെ എലിമിനേറ്റ് ചെയ്യുക ടു ബ്രിങ് എഫിഷ്യൻസി. ഇതൊക്കെ ജനറൽ ലൈനുകളോ ഏത് ക്വസ്റ്റൻ വന്നാലും എഴുതും. വി നീഡ് ടു പുൾ ദ ബോട്ടിൽനെക്സ് ഔട്ട് ഓഫ് ദ എൻറ്റയർ പ്രോസസ് ടു ബ്രിങ് എഫിഷ്യൻസി. അങ്ങനെ. അപ്പോൾ എന്താണ് ഫുൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് എഴുതി വയ്ക്കുക. കസ്റ്റമർ എൻ്റർ ചെയ്തു, റിസപ്ഷനിസ്റ്റ് ഗ്രീറ്റ് ചെയ്തു, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി, ക്ലീനിങ് ടീം അപ്പോഴേക്കും ടേബിൾസ് ക്ലീൻ ചെയ്തു, റിസപ്ഷനിസ്റ്റ് കോൾ ദ ഗസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ അറൈവൽ. ഓക്കെ, എൻ്റർ ദ ഡൈനിങ് ഏരിയ, സീറ്റ് കൊടുത്തു, വെയിറ്റർ ടേക്ക് ദ ഓർഡേഴ്സ്, കിച്ചൺ ഷെഫ്സ് പ്രിപ്പയർ ആൻഡ് പ്രോസസ് ദ ഫുഡ് ഓർഡേർഡ്, waiters serve the food, waiters keep visiting kitchen and serving station to get requested stuff on the table. Guest finish their dine, request the staff to furnish the bill, cashier prepares the bill, taken to the guest for payment, guest pay the bill and leave the restaurant, cleaning team again starts cleaning process. വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഫുൾ പ്രോസസ്സിനെ ഹോളിസ്റ്റിക്കലി നോക്കി സബ് പ്രോസസ്സായിട്ട് ബ്രോക്കൺ ഡൗൺ ടു സ്മോൾ സബ് പ്രോസസ്സസ്. അതാണ് അനാലിസിസ് ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൽ ഏതാ വാല്യൂ ആഡഡ്, ഏതാ നോൺ വാല്യൂ എലിമിനേറ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ഇമ്പ്രൂവ് ഫേസിൽ എന്നിട്ട് റെക്കമെൻഡിങ് ഓൾട്ടർനേറ്റീവ്സ്, അതാണ് ആ ഇമ്പ്രൂവിങ് ഇങ്ങെടുത്തി. റെക്കമെൻഡിങ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദം ടു റിസോൾവ് എസ്റ്റാബ്ലിഷ്ഡ് ഇഷ്യൂസ്. അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതെങ്ങനെയാണ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലം പറയാം, സെക്കൻഡ് റൂട്ട് കോസ് പറയാം, തേർഡ് അതിൻ്റെ സൊല്യൂഷൻ പറയാം, ഇമ്പ്രൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ക്ലിയർലി പെർസീവ് കുറേ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഫസ്റ്റ് എന്നിട്ട് എഫക്റ്റീവ് വെയിറ്റ് ടൈം ഓഫ് കസ്റ്റമേഴ്സ്. അതെന്തുകൊണ്ടാണ് റൂട്ട് കോസ് ഏജ് ഓൾഡ് ക്ലീനിങ് ടെക്നിക്സ് ഓഫ് ദ സ്റ്റാഫ് ആയതുകൊണ്ട്. അതിൻ്റെ സൊല്യൂഷൻ എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ഇന്നോവേറ്റീവ് ടെക്നിക്സ് ഓഫ് ക്ലീനിങ് ദ ടേബിൾസ്. അപ്പോൾ വെയിറ്റ് ടൈം കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, സ്റ്റാഫ്സ് ആർ നോട്ട് വെൽ ഗ്രൂംഡ് ആൻഡ് ലാക്കിംഗ് അപ്പീലിംഗ് സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് ദ ഡൈനിങ് എക്സ്പീരിയൻസ് ഓഫ് ദിയർ ഗസ്റ്റ്. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ, ഫ്രീക്വൻറ്റ് ട്രെയിനിങ് സെഷൻസ് കൊടുക്കുക. അതിൻ്റെ റൂട്ട് കോസ് എന്തായിരിക്കും, ഇംപ്രോപ്പർ ഹയറിങ്, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ സ്കില്ലില്ലാത്തവരോ ഹയർ ചെയ്യണം, അതാണ് അതിൻ്റെ റൂട്ട് കോസ്. അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്നിട്ട് ഫ്രീക്വൻറ്റ് ട്രെയിനിങ് സെഷൻസും ഹയറിങ് പീപ്പിൾ വിത്ത് സൂപ്പർവൈസറി എക്യുപ്മെൻറ്റ് വിൽ ഹെൽപ്പ് സ്റ്റാഫ്. അടുത്തത് ഇംപ്രൂവ് സ്റ്റാഫ് കോർഡിനേഷൻ ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രോബ്ലം. അപ്പോൾ സ്റ്റാഫ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു വർക്ക് ആസ് എ ടീം റാദർ ദാൻ സ്റ്റാൻഡ് ലോൺ ബേസിസ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ, ഹയർ അഡീഷണൽ സ്റ്റാഫ്. പിന്നെ എന്നിട്ട് എഫിഷ്യൻറ്റ് റിവാർഡ് സിസ്റ്റം കൊടുക്കുക. എഫിഷ്യൻറ്റ് റിവാർഡ് സിസ്റ്റം ആകുമ്പോൾ ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് ബെറ്റർ ആൻഡ് പുഷ് ദ ഡിറ്റർമിനേഷൻ ടു വർക്ക് പ്രൊഡക്റ്റീവ്ലി റാദർ ദാൻ മിസ്സിംഗ് ഓൺ പീക്ക് വീക്കെൻഡ്സ്. അതായത് ട്യൂസ്ഡേ വരാണ്ടിരിക്കുന്നതൊക്കെ ഒഴിവാക്കും. ഇഫ് ദേ വർക്ക് വിത്ത് എഫിക്കസി ഡ്യൂറിങ് ദിയർ നോർമൽ അവേഴ്സ് ദേ നീഡ് നോട്ട് വർക്ക് ഓവർ ടൈം, അല്ലെങ്കിൽ ഓവർ ടൈം റെഡ്യൂസ് ചെയ്യാം. അടുത്ത ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ പറയേണ്ടത്. അതായത് ലോണും ഇതൊന്നും കിട്ടില്ല, ലെൻഡേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതാണ് പ്രോബ്ലം. അതിൻ്റെ റൂട്ട് കോസ് എന്നിട്ട് കസ്റ്റമേഴ്സ് ആർ നോട്ട് ഹാപ്പി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്നിട്ട് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടും, പ്രോഫിറ്റബിലിറ്റി കൂടും, അപ്പോൾ ലെൻഡേഴ്സ് നമുക്ക് ലോൺ തരും. ഫിഫ്ത്ത്, കിച്ചൺ സ്റ്റാഫിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. 3 ഷെഫ്സ് മാത്രമുള്ള ഷോർട്ട് ഓഫ് സപ്ലൈ ഓഫ് കുക്സ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്നിട്ട് അഡാപ്റ്റ് സ്ട്രിക്റ്റ് ഫുഡ് പ്രോസസ്സിംഗ് പോളിസീസ് such that chefs are allowed to prepare only cuisines for which they are groomed, quality standards etc. Moreover, a fixed processing time for both simple and complex. ഇപ്പോൾ ഒരു ജനറലായിട്ടൊരു സ്റ്റാൻഡേർഡ് വയ്ക്കുക, എന്നിട്ട് നോക്കുക. അടുത്ത് ഓർഗനൈസിങ് കിച്ചൺ എക്യുപ്മെൻറ്റ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. അത് ഓർഗനൈസ് ചെയ്തിട്ടില്ല, കിച്ചണിൽ ഭയങ്കര എന്നിട്ട് തീരെ ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ ഓർഗനൈസ് ചെയ്തിട്ട് 5S മെത്തഡോളജി: സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. അപ്പോൾ 5S ഒന്ന്. പിന്നെ പ്രീഫിക്സിങ് സ്റ്റാർട്ടപ്പ് ഐറ്റംസ് ലൈക്ക് സോസസ്, പിക്കിൾസ്, അതായത് ഗസ്റ്റ് സ്റ്റാർട്ടർ ഐറ്റംസ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക ബിഫോർ ഓപ്പണിംഗ് അപ്പ് ദ റെസ്റ്റോറൻറ്റ്. എംപ്ലോയിങ് അഡ്വാൻസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നിക് അല്ലെങ്കിൽ മെഷീൻസ്.
അടുത്ത് ഹൈജീൻ ഒരു പ്രശ്നമാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആൻഡ് ഇന്നോവേറ്റീവ് ക്ലീനിങ് ഐഡിയാസ്. ഡൈനിങ് ആൻഡ് വെയിറ്റിംഗ് ഏരിയയിൽ യൂസിങ് സൈൻ ബോർഡ്സ് ടു വാൺ ദ സബ്സിസ്റ്റിംഗ് ഗസ്റ്റ് ഓൺ ദ ഓൺ ഗോയിങ് ക്ലീനിങ് പ്രോസസ്സ്. അടുത്തത് പേയ്മെൻറ്റ്, ക്യാഷ്യറിൻ്റെ പേയ്മെൻറ്റ് മാനുവലാന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമാണ്. അവിടെ കുറേ ടൈം പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് മാനുവൽ ലെഡ്ജറാണ് കീപ്പ് ചെയ്യണം ഇത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്കാനേഴ്സ് ആൻഡ് അഡ്വാൻസ് ടെക്നോളജി വിൽ റാഡിക്കേറ്റ് ദ മാനുവൽ എൻട്രി ഓഫ് ഓർഡർ ഡീറ്റെയിൽസ് ആൻഡ് ദ പ്രൈസ് ടു പ്രിപ്പയർ ദ ബിൽസ്. അടുത്ത് കൺട്രോൾ ഫേസ്. ഇത്രയാണ് ശരിക്ക്. ഇത് എന്തുകൊണ്ട് ഈ ഫേസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റെക്കമെൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നിക്സ്. അതുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നിക്സ് കുറേ ആയിട്ട് പറഞ്ഞത്. അടുത്തത് ലാസ്റ്റ് ഫേസ് എന്നിട്ട് കൺട്രോൾ ഫേസിൽ എന്നിട്ട് എഡ്യൂക്കേറ്റ് ഡിറ്റർമിനേഷൻ ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദ പോളിസീസ് ഡെവലപ്ഡ് ഇൻ ഇമ്പ്രൂവ്മെൻറ്റ് ഫേസ്. പിന്നെ പെർസിസ്റ്റൻറ്റ് കംപ്ലയൻസ് ആൻഡ് റെൻഡറിങ് ഓഫ് ദ സർവീസ്. Once the policies become culture of the people, it would be hard to discern them without such policies. അതായത് ഇൻഗ്രെയിൻ ചെയ്യാറില്ലേ ക്വാളിറ്റി ഓഫ് കൾച്ചർ. ആസ് എ പാർട്ട് ഓഫ് ദ കൺട്രോൾ ഫേസ് ദ ചേഞ്ച്ഡ് പെർഫോമൻസ് ഇസ് മെഷേർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതായത് നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കുറേ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നു, കുറേ പുതിയ പ്രോസസ്സ് കൊണ്ടുവന്നു. ഇത് ഇംപ്ലിമെൻറ്റ് ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതിന് ശേഷം ഇതിൻ്റെ ന്യൂ പെർഫോമൻസ് അളക്കണം എന്ന് പറയണം. ആസ് എ പാർട്ട് ഓഫ് കൺട്രോൾ ഫേസ് ദ ചേഞ്ച്ഡ് പെർഫോമൻസ് ഇസ് മെഷേർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് to establish any variances from the expected standards. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത്തിരി ട്രിക്കായിരുന്നു റെക്കഗ്നൈസ് ചെയ്യാൻ. ഏത് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വാളിറ്റി ആസ്പെക്ട്സ് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. പക്ഷേ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് അല്ല. കാരണം എന്തുകൊണ്ടാ അതിൻ്റെ പ്രോബ്ലംസ് സിംറ്റംസും പറയുന്നുണ്ട്, അതിൻ്റെ റൂട്ട് കോസസും വേണം, പിന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും സജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അതെന്തായി മാറി 6 സിഗ്മ. പിന്നെ 6 സിഗ്മയുടെ അപ്ലിക്കബിലിറ്റി സർവീസ് ഇൻഡസ്ട്രിക്കും അപ്ലിക്കബിളാണ്. അത് അഡാപ്റ്റ് ചെയ്താൽ മതി സർവീസ് ഇൻഡസ്ട്രിക്ക്. അവിടെ കുറേ ഇപ്പോൾ മാനുഫാക്ചറിങ് കുറേ ക്വാളിറ്റി ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്സ് ആയിരിക്കണം. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിൽ എന്നിട്ട് പ്രത്യേകത സർവീസിൽ ഗുഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഒബ്ജക്റ്റീവ് ആയിരിക്കേണ്ടത്.